ഒക്ടോബറിലെ GST പിരിവ് 4.6% വർദ്ധിച്ച് 1.96 ലക്ഷം കോടി രൂപയായി. ഉത്സവ സീസണിലെ ശക്തമായ സാമ്പത്തിക പ്രവർത്തനങ്ങളാണ് കരുത്തായതെന്ന് റിപ്പോർട്ട്. പൊതുമേഖലാ ബാങ്കുകളിലെ വിദേശ ഉടമസ്ഥാവകാശ പരിധി നിലവിൽ 20%. നുവാമ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്വിറ്റീസ് പറയുന്നതനുസരിച്ച് വിദേശ ഉടമസ്ഥാവകാശ പരിധി ഉയർത്തുന്ന നയമാറ്റം പൊതുമേഖലാ വായ്പാദാതാക്കളിൽ $4 മില്യൺ വരെ നിക്ഷേപം എത്തിക്കും. ഇക്കാര്യം മനസ്സിലാക്കി സെപ്റ്റംബർ പാദത്തിലാണ് വിദേശ സ്ഥാപന നിക്ഷേപകർ ബാങ്കിംഗ് ഓഹരികളിൽ നിക്ഷേപമിറക്കിയത്. ബാങ്ക് ഓഫ് ബറോഡ മുതൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വരെയുള്ള എല്ലാ പ്രധാന പൊതുമേഖലാ ബാങ്കുകളിലും വിദേശ സ്ഥാപന നിക്ഷേപകരുടെ ഹോൾഡിംഗ് ഉയർന്നു. ഒക്ടോബറിൽ നിഫ്റ്റി PSU ബാങ്ക് സൂചിക 9% ഉയർന്നതിന് കാരണവും ഇതാണെന്ന് വിപണി വിദഗ്ധർ വ്യക്തമാക്കുന്നു. ത്രൈമാസ ഓഹരി റിപ്പോർട്ടിലാണ് ഇക്കാര്യം പറയുന്നത്. ഈ കാലയളവിൽ ബാങ്ക് ഓഫ് ബറോഡയുടെ FII ഓഹരി പങ്കാളിത്തം 8.08% നിന്ന് 8.71% ഉയർന്നു. കാനറ ബാങ്കിന്റെ പരിധി 0.51% വർദ്ധിച്ച് 11.89%. ബാങ്ക് ഓഫ് ഇന്ത്യയിലും കുതിച്ചുചാട്ടം രേഖപ്പെടുത്തി. വിദേശ ഉടമസ്ഥാവകാശം 3.53% നിന്ന് 4.24% ഉയർന്നു. 0.71% വർധന. ചെറുകിട ബാങ്ക് വായ്പാദാതാക്കളിൽ ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയുടെ ഓഹരി പങ്കാളിത്തം 0.46% ഉയർന്ന് 2.35% വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു.